ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് വെളുത്തുള്ളി അച്ചാറിടാൻ പോകട്ടോ. 2 ദിവസം മുന്നേ തൊലിച്ച് വെച്ചുകൊണ്ട് ഇത്തിരി കളറിന് ചേഞ്ച് വന്നു. പിന്നെ ആവശ്യത്തിന് കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്, ഉലുവയും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇത്തിരി ഓയിൽ, ഒരു സുർക്ക, കുറച്ച് കായപ്പൊടി, ഒരു ഇത്തിരി മുളക് പൊടി. നമുക്ക് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം. ഉലുവനി കടുകിനി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് നല്ല പൊടിയരുത്, ഇതുപോലെ ആകാൻ പാടുള്ളൂ. ഈ വെളുത്തുള്ളിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ആവിക്ക് വെച്ചരാ ഇഡ്ഡലി ചെമ്പിൽ ആവിക്ക് അതിനെ വേവിച്ചെടുക്കണം. ഞങ്ങളുടെ വെളുത്തുള്ളി എന്തായി നോക്കാം. ഇത്ര മതി കേട്ടോ. ഇനി നമുക്കിതിനെ ഇറക്കി വെക്കാം. ഇനി അച്ചാറുണ്ടാക്കാം. അലുമിനിയം ചട്ടി കേട്ടോ, സ്റ്റീൽ ചട്ടിയാണ് വേണ്ടത്. സ്റ്റീൽ ചട്ടി ഇപ്പോൾ ഇല്ല എൻ്റെ അടുത്ത്. അലുമിനിയത്തിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയും, പക്ഷെ അതിന്ന് വേഗം നമുക്ക് മാറ്റിയാം. വെച്ച ശേഷം പാത്രം മാറ്റിയാൽ മതി കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. തീ കമ്മിയാക്കണം കേട്ടോ. ഇതിലേക്ക് പകുതി കടുക് പൊടിച്ചെടുത്തത്, ഒരു പകുതി ഉലുവ പൊടിച്ചെടുത്തത് ഇതിട്ടിട്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ വെളുത്തുള്ളിനെ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി ഈ വെളുത്തുള്ളിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അച്ചാറ് റെഡിയായി തുടങ്ങി. ഇനി തീ ഓഫാക്കിയ ശേഷം വേണം നമുക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കാൻ. നമ്മുടെ സുർക്ക ഒഴിച്ചിട്ടുണ്ട്. സുർക്ക ഒഴിക്കാം. നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കായപ്പൊടി, ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ചിലർക്ക് അതിൻ്റെ സ്മെല്ല് പറ്റില്ല, അപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കായപ്പൊടി. എനിക്കിഷ്ടമാണ് കേട്ടോ. എന്തായാലും ഞാൻ ഇത്തിരി കായപ്പൊടി ഇടാൻ പോവാണ്. ഒന്ന് ഇളക്കിയിട്ട് അമ്പനെ മൂടി വെക്കണം കേട്ടോ. കുറച്ചുകൂടെ സുർക്ക ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഉണ്ടോ നല്ലപോലെ ആവിയിൽ വെന്ത് ഉണ്ടോ. ഇത്തിരി സുർക്ക ഒഴിച്ച ശേഷം നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഇങ്ങനെ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കേ, ബായ്.